ഞാൻ ചെറുപ്പം മുതലേ ഒരു സിസ്റ്റർ ആകണമെന്നൊരു മിഷണറി ആകണമെന്ന് ആഗ്രഹിച്ചതാണ്. എൻ്റെ വീട്ടിൽ ഈ പ്രേക്ഷകരണം തുടങ്ങി അങ്ങനെ ഒത്തിരി മാസികകളും പുസ്തകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മിഷൻ അനുഭവത്തെക്കുറിച്ചൊക്കെ ഞാൻ സഹകരണം വായിച്ചിട്ടുണ്ട്. അപ്പം വടക്കേ ഇന്ത്യയിലൊക്കെ പോയി ഒരു മിഷണറി ആയിട്ട് രക്തസാക്ഷിയായി മരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ ഒരു ആഗ്രഹം. ഞാനത് പള്ളിക്ക് പ്രാർത്ഥിക്കുകയും ചെറുപ്പം മുതലേ പ്രാർത്ഥിച്ചിരുന്ന എന്നെ ഒരു വിശുദ്ധയാക്കണം, എന്നെ അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിലെ ഒരു വേലക്കാരിയാക്കണം എന്നുള്ളത്. അപ്പോൾ ഈ 44 വർഷത്തെ സന്യാസ ജീവിതത്തെ കുറിച്ച് അമ്മയ്ക്ക് എന്നാ പറയാനുള്ള അമ്മയുടെ എന്തെങ്കിലും അനുഭവം? ഞാൻ ചുരുക്കി പറയുവാണെങ്കിൽ പിന്നെ ഈ ലോകത്തിലെ നമ്മുടെ എല്ലാം നമ്മൾ കണ്ടുമുട്ടുന്നതും നമ്മൾ ചേർത്ത് പിടിച്ചതും പ്രിയപ്പെട്ടതും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു മറഞ്ഞു പോകും. പക്ഷേ ഒന്ന് മാത്രം നിലനിൽക്കും, അത് ഈശോയാണ്. ഈശോ മാത്രം നിലനിൽക്കും. അതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തു. രാവിലെ തന്നെ എൻ്റെ പേഴ്സണൽ വായനകളെല്ലാം ഞാൻ കഴിയും. ഇപ്പം ധ്യാനം ഉൾപ്പെടെ കുർബാന ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞു. പിന്നത്തെ അന്നത്തെ ദിവസം എനിക്ക് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ജോലിയെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാമെന്നുള്ളൂ. പിന്നെ എൻ്റെ അധ്യാത്മിക പിതാവ് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞാൽ ജീസസ് എന്ന ഹാവ് മെർസി ഓൺ മീ. പിന്നെ ഇപ്പം നമുക്ക് പറഞ്ഞാൽ വെച്ചാൽ ഇപ്പോൾ കുറച്ചുകൂടി ഇതാണ്. ഇപ്പം നമുക്ക് കൂടുതൽ ഇപ്പം ഞാൻ നിരന്തരം എന്ന ഈയൊരു ടോക്കിനകത്ത് കിടന്നാണ് മറിഞ്ഞേരം ചെയ്യില്ല, വിശ്വാസ പ്രമാണം ചെയ്യില്ല. പക്ഷേ എനിക്ക് അതിനോടൊക്കെനേക്കാൾ പ്രാധാന്യം എനിക്ക് മറിയത്തിൻ്റെ സ്തോത്രഗീതം എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ ജൂബിലിക്ക് വേണ്ടിയിട്ട് 1000 തവണ എഴുതി. 1000 തവണ എഴുതി കഴിയുമ്പോൾ ഞാനത് നല്ലോണം ബൈഹാർട്ടാക്കിയില്ലേ. പഠിക്കാൻ ഇച്ചിരി പുറകോട്ട് ഇങ്ങനെ അത് ഓർത്തിരിക്കുന്നു. ഇപ്പം എനിക്ക് എപ്പോൾ ഞാൻ ദിവസം ഒരു 6 പ്രാവശ്യമെങ്കിലും ചെയ്യും. രാവിലെ 3, വൈകിട്ട് 3, കുറഞ്ഞ വർഷം അത് ചെയ്യും. അതെനിക്ക് ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയാണ്. അങ്ങനെ നമ്മൾ എപ്പോഴും ദിവസം വ്യത്യസ്തപരമായി ജീവിക്കാം. സ്കൂളിലെ തിരക്കിനിടയിലൊക്കെ ഇല്ലേ നമ്മൾ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നല്ലേ? അമ്മ എങ്ങനെയാ അതൊക്കെ ചെയ്തോണ്ടിരുന്നേ? പ്രാർത്ഥിക്കാനായിട്ട് ഇടയ്ക്ക് പിന്നെ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ പിന്നെ ഈശോയോട് പറയും, എൻ്റെ ഈശോയെ ഈ അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ അങ്ങയുടെ ഇഷ്ടാനുസരണം വളർത്തിയെടുക്കാനും അവരെ നല്ലപോലെ സ്നേഹിക്കാനുമുള്ള ആ വലിയ കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അതിലൊക്കെ രസമേ. അന്ന് ഞങ്ങൾക്ക് ഒറ്റ ബക്കറ്റ്, പിന്നെ എല്ലാവരും ഞങ്ങൾ 5 പേരുണ്ട്. നമ്മുടെ കിച്ചണിലൊരു കൊച്ചുണ്ട്, 5 പേരുണ്ട്. തൽക്കാലം ആവശ്യപ്പെടാ ഒറ്റ ബക്കറ്റ് കൊണ്ട് ഒറ്റ മുറിയും കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അത് നമ്മൾ എവിടെയും പറയുന്നതാണ്. പിന്നെ അമ്മയുടെ ഏതെങ്കിലും ശിഷ്യർ അല്ലെങ്കിൽ അമ്മ ചെയ്ത ഏതെങ്കിലും പ്രവൃത്തികൾ വഴി കുട്ടികൾക്ക് ഈ ഒരു സന്യാസത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ള പോലെ ഞാൻ തന്നെ ക്യാമ്പ് നടത്തിയും നേരിട്ട് വിളിച്ചും വീട് വഴി ചെന്നും 28 പേര് ഈ പ്രോഗ്രാംസിൽ തന്നെ 28 പേര് അത് ഉൾപ്പെടെ ഇത്രയും പ്രായം വരെ ആരും ഇരുന്നിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും 94, 95. എനിക്കിപ്പം 93. ഇനിയിപ്പം എപ്പം വിളിച്ചാലും അമ്മ എങ്ങനെ റൊസാലിയമ്മ പറയുകയുണ്ടായി, അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നെന്ന്, ഈശോയെ അങ്ങയുടെ സ്നേഹത്തിൽ എന്നെ ഉറപ്പിക്കണമേ, അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന്. അപ്പോൾ അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രകടനങ്ങൾ നമ്മൾ നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ ചെയ്ത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ ഈശോയെ ഒത്തിരി സ്നേഹിക്കാൻ പറ്റുമെന്ന് അമ്മയുടെ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇന്ന് അമ്മമാരെല്ലാം കണ്ടുമുട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഉള്ളിൽ. കാരണം അവരുടെ എല്ലാം മുഖത്ത് തമ്പുരാനോട് ചേർന്നിരിക്കുന്നതിൻ്റെ ഒരു വലിയ ആനന്ദം ഞാൻ കണ്ടു. ആ സന്യാസിൻ്റെ മാധുര്യം അവർ ആവോളം ആസ്വദിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എത്രയേറെ വേദനകളും വിഷമങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അവർ ഈശോയെ ആ ചങ്കോട് ചേർത്ത് വെച്ച് അവരെ ജീവിക്കുന്നത് കണ്ടപ്പം ഞങ്ങൾക്കും ഒരു വലിയൊരു പ്രചോദനമായിരുന്നു. പ്രത്യേകമായിട്ട് അവർ സന്യാസത്തോട് കാണിക്കുന്ന ആ വിശ്വസ്തതയും വിശുദ്ധിയും ഒക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഇത്രയും വർഷം സന്യാസം ജീവിച്ചിട്ട് ഒരു
കുറവ് പോലും പറയാതെ എല്ലാം സന്തോഷകരമാണ്, ആനന്ദകരമാണെന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ കൂടുതൽ വിശ്വസ്തയോടെ ഈ ജീവിതം നയിക്കുവാൻ എനിക്കും പ്രചോദനമായി.